നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മോഹൻ ഭാഗവത് നടത്തിയൊരു പ്രഭാഷണം. RSSൻ്റെ ചരിത്രം, ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യം, രാഷ്ട്രനിർമ്മാണം എന്നിവയെക്കുറിച്ചാണ് മോഹൻ ഭാഗവത് മുഖ്യമായി പരാമർശിച്ചത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് മോഹൻ ഭാഗവത് തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ ദേശീയ സ്വത്വം ഹിന്ദുത്വ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഹിന്ദുത്വം ഒരു ജീവിത രീതിയാണ്. ഹിന്ദുത്വം ഒരു ജീവിത രീതിയാണ് എന്നത് RSS ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. RSS ആരുടെയും എതിരാളിയല്ല എന്ന് മോഹൻ ഭാഗവത് എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ പുരോഗതിക്ക് ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യം അനിവാര്യമായിരിക്കുന്നു. ജാതി, ഭാഷ, പ്രാദേശിക വ്യത്യാസങ്ങൾ മറികടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംഘടനയ്ക്ക് മാത്രം രാജ്യത്തെ മാറ്റാൻ കഴിയില്ല. സമൂഹത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തവും ഒരു രാഷ്ട്ര നിർമ്മാണത്തിന് അനിവാര്യമാണ്. RSS ആശയങ്ങളുടെ വ്യക്തമായ ആവിഷ്കാരമായിരുന്നു മോഹൻ ഭാഗവത് നടത്തിയത്. സാമൂഹിക ഐക്യത്തിനും ദേശീയബോധത്തിനും പ്രാധാന്യം നൽകിയുള്ള ഒരു പ്രസംഗം. എന്നാൽ ഈ പ്രസംഗത്തിനപ്പുറം വലിയൊരു വിവാദം ഇപ്പോൾ കേരളത്തിൽ ആളിക്കത്തുകയാണ്. പ്രഭാഷണം കേൾക്കാനെത്തിയ 3 VCമാർ. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന പരാമർശം ഭരണഘടനയിലെ മതനിരപേക്ഷത ആശയവുമായി പൊരുത്തപ്പെടില്ല എന്നാണ് വിമർശകർ പറയുന്നത്. UDF LDF ക്യാമ്പുകളെ ഞെട്ടിച്ചു കളഞ്ഞത് 3 VCമാരുടെ പങ്കാളിത്തമാണ്. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത പ്രഭാഷണ പരിപാടിയിൽ കേരളത്തിലെ 3 സർവകലാശാല വൈസ് ചാൻസലർമാരാണ് പങ്കെടുത്തത്. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, MG സർവകലാശാല VC ഡോക്ടർ D മാവൂത്ത്, മലയാള സർവകലാശാല VCയുടെ ചുമതലയുള്ള ഡോക്ടർ CR പ്രസാദ് എന്നിവരാണ് ഇപ്പോൾ സംഘപരിവാർ വേദിയിലെത്തിയിരിക്കുന്നത്. ഇതിൽ ഡോക്ടർ മാവൂത്ത് BJP അധ്യാപക സംഘടനാ നേതാവാണ്. മെയ് 31 സർവീസിൽ നിന്ന് വിരമിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ചു എങ്കിലും ഡോക്ടർ CR പ്രസാദിനെ മലയാള സർവകലാശാലയിൽ VCയായി തുടരാൻ അനുവദിച്ചിരുന്നു. നേരത്തെ ഇടതുപക്ഷ അധ്യാപക സംഘടനകളിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പ്രസാദ്. ഇപ്പോൾ BJP അനുഭാവിയാണ്. VCമാർ സംഘപരിവാർ വേദിയിലെത്തിയത് അതീവ ഗൗരവതരമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പ്രതികരിച്ചു. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മതനിരപേക്ഷതയെ തകർക്കുന്ന നടപടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ നടപടിക്ക് കോൺഗ്രസും UDF ഗവൺമെൻറ്റും പൂർണ്ണമായി കൂട്ടുനിൽക്കുകയാണെന്നും MP ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകണമെന്നും ഗോവിന്ദൻ. RSSൻ്റെ പ്രോഗ്രാമിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു എന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് സംഭവിച്ചത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അംഗീകരിക്കില്ല, അത് വച്ചുപൊറുപ്പിക്കില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VCമാരും കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ പറയുന്നു. വടികൊടുത്തെന്തിന് LDFും UDFും ഒക്കെ അടിമേടിക്കുന്നു? ഒരു കാര്യം വ്യക്തമല്ലേ? പാണക്കാട് തങ്ങൾ പങ്കെടുക്കുന്ന യോഗത്തിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാറില്ലേ? കാന്തപുരം എബി അബൂബക്കർ മുസ്ലിയാർ വിളിക്കുന്ന യോഗങ്ങളിലും VCമാർ പങ്കെടുത്തിട്ടില്ലേ? RSSനെ ഒരു വർഗീയ സംഘടനയായി നമുക്ക് മുദ്രകുത്താം. എപ്പോഴും ഒരു എതിരാളിയെ സൃഷ്ടിച്ചെടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഓർക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും പുകഴ്ത്തുന്ന വ്യക്തിയാണ് മോഹൻ ഭാഗവത്. ഇന്ത്യയെ സംബന്ധിച്ച് RSSുമായി അഭേദ്യ ബന്ധമുണ്ട്. മതനിരപേക്ഷത എന്ന പേരിൽ RSSനെയും സംഘപരിവാർ സംഘടനകളെയും അധിക്ഷേപിക്കുമ്പോൾ മറുവശത്ത് ഈ വിരലുകൾ നമുക്ക് നേരെ പലപ്പോഴും നീളാറില്ലേ എന്നെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മോഹൻ ഭാഗവത് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ശാഖകളിലും സംഘ ശിബിരങ്ങളിലുമെത്തി കണ്ടും അറിഞ്ഞും RSSനെ മനസ്സിലാക്കണമെന്നാണ് ഡോക്ടർ മോഹൻ ഭാഗവത് തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. സംഘത്തെ അറിയാൻ സ്വയം സേവകരെ കേൾക്കണം, സംഘപരിപാടികളിൽ പങ്കെടുക്കണം. സംഘശതാബ്ദിയുടെ ഭാഗമായി നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സംഘത്തെക്കുറിച്ച് ശരിയായ ധാരണ ലഭിക്കാനുള്ള അവസരമാണ് ഇത്തരം സദസ്സുകൾ. ഞാൻ പറയുന്നത് കേട്ടും ധാരണയിലെത്തണമെന്നില്ല. സംഘം ആരുടെയും എതിരാളിയല്ല. എല്ലാവരും നാളത്തെ സ്വയം സേവകരാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് വീടിനുള്ളിലിരുന്ന് പരിതപിക്കുകയല്ല, രാഷ്ട്രചിന്തയോടെ ഒരുമിച്ച് ചേരുകയാണ് വേണ്ടത് എന്ന് സർസംഘചാലക് പറയുന്നു.
സംഘം വന്നത് പൂർത്തീകരണത്തിനാണ്. എല്ലാം ഉണ്ടായിട്ടും ദീർഘകാലം അടിമത്തത്തിലായിപ്പോയ നാടാണ് നമ്മുടേത്. കടന്നുകയറി ഭരിച്ച 7ാമത്തെ അധിനിവേശ ശക്തിയാണ് ബ്രിട്ടൻ. സ്വാതന്ത്ര്യത്തിനായി ഉയർന്ന മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യാനന്തരം മുന്നോട്ടു പോയില്ല. പരിഷ്കരണ പരിശ്രമങ്ങൾ ചില തുരുത്തുകളിൽ മാത്രം ഒതുങ്ങി. ഭാരതം ഭൂമിശാസ്ത്രപരമായ അതിരുകളിൽ ഒതുങ്ങുന്നില്ല. ഇത് പ്രകൃതിയാണ്. ഈ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു എന്നത് നമ്മുടെ ജീവിത രീതിയാണ്, നാടിൻ്റെ സാംസ്കാരിക തനിമ. എല്ലാ വൈവിധ്യങ്ങളെയും നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു. അതാണ് നമ്മുടെ കഴിവ്. അതാണ് ഈ നാടിൻ്റെ തനിമ. തനിമ തത്വശാസ്ത്രമല്ല, അനുഭൂതിയാണ്. അവർ എന്നിലും ഞാൻ അവരിലും എന്ന ഏകത്വഭാവനയുടെ പേരാണ് ഹിന്ദുത്വം. ഭാരതീയ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ സ്വഭാവ സവിശേഷം. ഇന്നത്തെ ലോകത്തിന് വേണ്ടത് ഭാരതത്തിൻ്റെ പക്കൽ മാത്രമേയുള്ളൂ. അത് നൽകാനുള്ള തയ്യാറെടുപ്പ് ഭാരതീയർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം. കൊടുക്കൽ വാങ്ങലുകളുടെ പാരസ്പര്യമാണ് സമൂഹത്തിൻ്റെ കരുത്ത്. നമ്മൾ അതിന് ഭാരതീയ ജീവിത രീതി ശീലിക്കണം. കരുത്തിൻ്റെ വഴിയിൽ കുറുകെ നിൽക്കാൻ ആരും ധൈര്യപ്പെടില്ല. ദൗർബല്യം മരണമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഹിന്ദു സമൂഹം ഒരുമിച്ച് ചേരണം. ഇത് മാതൃഭൂമിയാണ്. നമ്മൾ ഒരമ്മയുടെ മക്കളാണ്. സാഹോദര്യഭാവം ഉറയ്ക്കണം. RSSൻ്റെ വേദിയിൽ 3 വൈസ് ചാൻസലർമാർ എത്തി എന്നതൊരു വിവാദമാക്കുമ്പോൾ, മറുവശത്ത് മുസ്ലിം സംഘടന നേതാക്കളുടെ യോഗങ്ങളിൽ ചെല്ലാറുള്ള വൈസ് ചാൻസലർമാരെ നമ്മൾ കാണണം. ക്രിസ്ത്യൻ സമുദായ സംഘടനകളുടെ ആചാര്യന്മാർ ഒരുക്കുന്ന യോഗങ്ങളിലും ഇവർ കടന്നു ചെല്ലാറില്ലേ? മതേതരത്വം എല്ലാവർക്കും ബാധകമാണ് എന്നുകൂടി ഇവിടെ ഒന്ന് പറഞ്ഞു വയ്ക്കണം. മറുവശത്ത് രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം പലതും കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.